അതിൻ്റെ ഇടയിൽ ഞങ്ങൾ പെട്ടെന്ന് നോക്കിയപ്പോൾ ഒരു ക്യാമറ, അഡീഷണൽ ആയിട്ട് ഒരു ക്യാമറ നിൽക്കുന്ന ആരെന്നറിയോ? ഒന്നും ചെയ്യാതെ ഒരാൾ. ആരാണ്? അപ്പോൾ ലാലേട്ടൻ്റെ ഇന്നലത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ സംസാരിച്ച 1-2 കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അതിലൊന്ന് സരിയുടെ ഡിവിഷൻ എനിക്ക് വളരെ വിഷമം തോന്നി. രണ്ടാമത് അക്ബറിൻ്റെ നോട്ടം എന്നും പറഞ്ഞ് ജിസേലിനോടുള്ളൊരു ചോദ്യം. പിന്നെ രേണുസുതിയെ ക്യാമറ എന്ന് വിളിച്ചത്. ഈ കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പം രേണുസുതിയെ ക്യാമറയെന്ന് വിളിച്ചത് ലാലേട്ടൻ വന്ന് വിളിച്ചതായിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷേ അത് പറഞ്ഞ് അതേപോലെ എല്ലാം ചോദിക്കുകയും എടുക്കുകയും എല്ലാം ചെയ്യുന്നത് ബിഗ് ബോസ് ആണ്. അപ്പോൾ ഈ ബിഗ് ബോസ് കൊടുത്തൊരു ടാസ്ക്കാണ് ആ മണ്ണിൽ കിടന്നുള്ള കൊടി കുത്തിയുള്ള ആ ഒരു ടാസ്ക്. ആ ടാസ്കിൽ ഇതിന് മുന്നേ ഉള്ള സീസണുകളിലൊക്കെ ഉണ്ട്. ആരും ഇങ്ങനെ കൊടി സംരക്ഷിച്ചൊന്നും അവിടെ ഒരാൾ നോക്കൂത്തി പോലെ ഒരു ക്യാമറ പോലെ നിന്നിട്ടില്ല. നമുക്ക് പ്രേക്ഷകർക്കോ റിവ്യൂ ചെയ്യുന്നവർക്കോ ഒന്നും ഈ ക്യാമറ എന്നൊരു വാക്ക് സത്യം പറഞ്ഞാൽ കിട്ടിയില്ല. ഇന്നലെ ബിഗ് ബോസ് ആണ് ആ ക്യാമറ എന്ന് രേണുസുതിയെ വിളിച്ചത്. കാരണം ശരിയാണ്, എനിക്ക് അതിൻ്റെ തലേദിവസം ഇന്നലെയൊക്കെ ഉള്ള കമൻറ്റുകളിൽ രേണുസുതിയെ ചേച്ചി ശ്രദ്ധിച്ചോ, ആ ഒരു വെറുതെ വഴിയെ പോയി ഒരാൾ നോക്കി നിൽക്കുന്ന പോലെ ആ ഗെയിം നോക്കി നിൽക്കുകയാണ്, ഗെയിമിലൊന്നും ഒട്ടും ഇറങ്ങിയിട്ടില്ല പുള്ളിക്കാരത്തി എന്ന്. സത്യത്തിൽ പുള്ളിക്കാരത്തിക്ക് പുറത്ത് പോകാൻ വേണ്ടിയാണ് കൂടുതലും അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഈ ഷോയിൽ നിന്ന് എങ്ങനെയും പുറത്ത് കിടക്കണം. എന്നാൽ ബിഗ് ബോസ് ആണ് രേണുസുതി അവിടെ നിന്ന് റേറ്റിംഗ് കൂടുതൽ കിട്ടുമെന്നുള്ള വിചാരത്തിൽ ഒരു കാരണവശാലും രേണുസുതിയെ അവർ പുറത്ത് വിടത്തുമില്ല. പുള്ളിക്കാരത്തിക്കാണ് പുറത്ത് പറഞ്ഞത്. ഇന്നലെ ശൈത്യയോട് പറയുന്നുണ്ട്, നീ കൺഫെഷൻ റൂമിൽ പോകുമ്പോൾ ഒന്ന് പറയുമോ, ചേച്ചിക്ക് ആകെ വയ്യ, ചേച്ചി ഇവിടെ നിന്ന് മടുത്തു, ഋതപ്പനെ കാണണം, അല്ലാതെ പറ്റില്ല, ഒന്ന് പറഞ്ഞു വിടാൻ പറ്റുമോ എന്ന് നീ ചോദിക്കുമെന്ന് പറയുന്നുണ്ട്. അത് ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. പുള്ളിക്കാരത്തിക്ക് പുറത്ത് കിടക്കണം, അവരിട്ട് വിടത്തുമില്ല. ഇതാണ് സംഭവം. ഇന്നിപ്പം ശരിക്കും ആ ഹോട്ട് സീറ്റ് എന്ന് പറയുന്ന ആ പരിപാടി അവതരിപ്പിക്കുന്ന ശാരികയാണ് ഇന്ന് ഔട്ടാവെന്ന് പറയുന്നത്. ശാരിക അത്യാവശ്യം കണ്ടന്റൊക്കെ കൊടുത്തിട്ടുള്ള, നേരത്തെ പോയി ബിൻസി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇന്നലത്തെ കലാഭവൻ സരികയാണ് ജനങ്ങളെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ കണ്ടന്റ് കൊടുത്തിട്ടുണ്ട്. എന്നാൽ ജനങ്ങളെ ഇഷ്ടപ്പെടുത്തിയോ എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോഴും അവിടെ ഗെയിം വന്നാൽ ഗെയിം കളിക്കുമോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടാക്കുമോ ഒന്നും ചെയ്യാതെ പോകുന്ന ഒരേ ഒരു വ്യക്തി ആരാന്ന് ചോദിച്ചാൽ രേണുസുതി തന്നെയാണ്. അത് പുള്ളിക്കാരത്തി മനഃപൂർവ്വം ചെയ്യുന്ന, അല്ലാതെ ഒരാൾക്കും ഇങ്ങനെ മടിച്ചായിട്ടിരിക്കുന്ന പോലെ ഇരിക്കാൻ പറ്റത്തില്ല, നമുക്കൊന്നും പറ്റത്തില്ല. പുള്ളിക്കാരത്തിക്ക് പുറത്ത് പോകാൻ വേണ്ടി മാത്രം ചെയ്യുന്ന. കാരണം ഇതിനു മുന്നേ രേണുസുതിയെക്കാട്ടും പ്രായമുള്ള അമ്മമാർ ഈ ഷോയിൽ വന്നിട്ടുണ്ട്. യമുന വന്നിട്ടുണ്ട്, മോനിഷ വന്നിട്ടുണ്ട്, രജനി ചാണ്ടി അവരെങ്ങാണ്ട് ആദ്യം വന്നത്, അവർ വന്നിട്ടുണ്ട്, ഭാഗ്യലക്ഷ്മി വന്നിട്ടുണ്ട്. ഇവരൊക്കെ ടാസ്ക് ചെയ്തിട്ടുണ്ട്, ഇത്രയും പ്രായമുള്ളവർ. അപ്പം പിന്നെ രേണുസുതിക്കാണോ ടാസ്ക് ചെയ്യാൻ ബുദ്ധിമുട്ട്? വെറുതെ നോക്കൂത്തിയായിട്ട് ഇനി ആരെങ്കിലും കൊണ്ട് ഈ കൊടിയും പിടിച്ച് നീ ഇവിടെ നിന്നോ, കൊടി സംരക്ഷിച്ചോ എന്ന് പറഞ്ഞാൽ അങ്ങനെ നിൽക്കണ്ട. നീ വേണം നിന്നോട്, എനിക്ക് ഗെയിം കളിക്കണമെന്ന് പറയും. കാരണം ബിഗ് ബോസ് എന്ന ഷോ എന്ന് പറഞ്ഞാൽ അവിടെ ആക്റ്റീവാണ് നോക്കുന്നത്. ഗെയിമിലൊക്കെ മിടുക്ക് തെളിയിക്കുന്നവർക്കാണ് ജനങ്ങൾ അവിടെ നിർത്തുന്നു, അവർ നിർത്തുകയും ചെയ്യുക. അപ്പം വെറുതെ നോക്കൂത്തിയായിട്ട് നിന്നാൽ പുറത്ത് ജനങ്ങൾ കാണുമ്പോൾ എന്ത് വിചാരിക്കും? അല്ല ടാസ്കിൽ എനിക്ക് മികവില്ല, പോയി ഞാൻ പുറത്താവില്ല, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവർക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. രേണുസുതി ഇപ്പം ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ എങ്ങനെ പുറത്താകാം എന്നതിനെ പറ്റി PhD എഴുതിക്കൊണ്ടിരിക്കുകയാണ് പുള്ളിക്കാരത്തി. അതിനു വേണ്ടിയാണ് പുള്ളിക്കാരത്തി ഈ വേഷമൊക്കെ കിട്ടുന്നത്. അല്ലാതെ കൊടി സംരക്ഷിക്കാൻ മറ്റൊരാൾ പറഞ്ഞു എന്നൊക്കെ പറയുന്നതിലൊന്നും ഒരു കാര്യമില്ല. എങ്ങനെ ടാസ്ക് ഒക്കെ ചെയ്യാതെ ഉഴപ്പി കാണിച്ചാൽ എങ്ങനെ പുറത്താകാം, ഇത് മാത്രമേ ആലോചിക്കുന്നുള്ളൂ. എത്രയും വേഗം അതിൻ്റെ അകത്തുനിന്ന് ഇവിടെ ഇങ്ങനെ ആയിരിക്കുന്നു ഓർത്തില്ലെന്നൊക്കെയാണ് പറയുന്നത്. ഇതുപോലെ ഒരു സുവർണ അവസരം രേണുസുതിയെ പോലൊരു വ്യക്തിക്ക് കിട്ടിയപ്പോൾ ഇതൊരു ടേണിംഗ് പോയിന്റ് ആയിട്ട് ഏറ്റെടുത്ത് ഇതൊരു ഒരു ത്രില്ലായിട്ട് കണ്ട് ഇതിലൊരു ടോപ്പ് 5 വരെ എത്താൻ ഒരു അവസരം കിട്ടിയല്ലേ. അങ്ങനെ എത്താനുള്ള ബുദ്ധിയില്ല. അത് പിന്നെ ഇന്നലെ ഞാൻ പറഞ്ഞതാണ്, ഇനി അത് പറയുന്നില്ല. അത് അവരുടെ ബുദ്ധിയില്ലായി എന്നേ പറയാൻ പറ്റുള്ളൂ. എത്രയും വേഗം ഇങ്ങോട്ട് വന്ന് 2 റീൽസും എടുത്ത് കിട്ടാൻ എന്തോ വലിയ മഹാകാര്യം പോലെ ആക്കുന്നത്. വേറൊരു കാര്യം പറയണ്ടേ, രേണുസുതി ശരിക്കും ഒരു കാര്യം പൂർണ്ണമാക്കിയ ചരിത്രമില്ല കേട്ടോ. ഇപ്പം നേഴ്സിങ്ങിന് പോയി, അവിടെ ഇഷ്ടപ്പെട്ടില്ല, തിരിച്ചു പോന്നു. ഏവിയേഷൻ കോഴ്സ് അത് പൂർണ്ണമാക്കി സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ടില്ല. പിന്നെ വേറെ ഏതാണ്ടൊക്കെ കോഴ്സിന് പോയി, അത് ഇതില്ല. ആദ്യം ഒരു കല്യാണം കഴിച്ചു, അത് പൂർണ്ണമാക്കിയില്ല. പുള്ളിക്കാരത്തി ഒരിടത്തും ഉറച്ചു നിൽക്കുന്ന ഒരു രീതിയില്ല. ഈ ഒരു എല്ലാ സാഹചര്യവും മനുഷ്യന് പ്രതികൂല സാഹചര്യത്തിലും പിടിച്ചു നിൽക്കും മനുഷ്യൻ. അങ്ങനെ പുള്ളിക്കാരത്തിക്ക് പറ്റുന്നില്ല. പുള്ളിക്കാരത്തിക്ക് എല്ലാ സാഹചര്യവും അനുകൂലമായിട്ട് വന്നാൽ മാത്രം ജീവിക്കുന്ന ഒരു രീതിയാണ് കാണുന്നത്. ഇപ്പം അവിടെ അനുകൂലമായ അവസ്ഥയൊന്നും ഇല്ലാത്തതുകൊണ്ട് പുറത്തു പോകണം, ഇത്രയേ ഉള്ളൂ. അല്ലാതെ ജീവിതത്തെക്കുറിച്ച് അത്രമേൽ ബുദ്ധിപൂർവ്വം ഒന്നും ചിന്തിക്കുന്ന ഒരു രീതിയല്ല. ഒന്നും പൂർണ്ണമാക്കുന്നില്ല. ഏത് കോഴ്സിനൊക്കെയോ പോയി, ഒന്നും പൂർണ്ണമാക്കിയില്ല. അതുപോലെ തന്നെയാണ് ബിഗ് ബോസ് കണ്ടിരിക്കുന്നത്. ശരിക്കും ബിഗ് ബോസ് വരാൻ വേണ്ടി എത്രയോ ആൾക്കാർ തപസ്സിരിക്കുന്നു പറയാം, തപസ്സിരിക്കും. നമ്മൾ നോക്കുമ്പോൾ അത് അത്ര വലിയ ഇതല്ലേലും ഇതിനു വേണ്ടി വർഷങ്ങൾ കളഞ്ഞ് ഇരിക്കുന്ന ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ അവസരമാണ് ഈ പുള്ളിക്കാരത്ത് തട്ടിയെടുത്ത് നശിപ്പിച്ച് കളഞ്ഞെന്ന് പറയാം. പിന്നെ ഇനി മറ്റേ കലാഭവൻ സരികയുടെ
ആ ഒരു എവിഷൻ അത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നി? കാരണം എന്താണെന്ന് വെച്ചാൽ പടയെന്ന് ഒരു അറ്റാക്ക് വരാൻ പറ്റുന്ന ഒരു സംഭവം അവിടുത്തെ സാധാരണ ആൾക്കാർക്ക് താങ്ങാൻ പറ്റാത്ത പോലെ. അതായത് സ്റ്റോർ റൂമിൽ പോയി ഏതായാലും എഴുന്നേറ്റല്ലേ, എന്നാൽ സ്റ്റോർ റൂമിൽ പോയി അത് എടുത്തിട്ട് വന്നു. ഇങ്ങനെയാണ് ലാലേട്ടൻ പറഞ്ഞത്. എന്തോ ക്രൂരതയുണ്ട്. ഇതുവരെ ഈ സീസണുകളിലൊന്നും ഇങ്ങനെ കാണിച്ചിട്ടില്ല. 7ന്റെ പണിയാണെന്ന് പറഞ്ഞ് ഇവർ ഇങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യമില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. വെറുതെ സ്റ്റോർ റൂമിൽ പോയിട്ട് ആ എഴുതിയ ബുക്ക് എടുത്തിട്ട് പുള്ളിക്കാരത്ത് തിരിഞ്ഞു നോക്കുമ്പോഴത്തേന് ഡോർ അടഞ്ഞു കഴിഞ്ഞു. മുന്നോട്ട് പോകാൻ ഡോറ് ഓപ്പൺ അല്ല. എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ നിൽക്കും. പിന്നെ ഇങ്ങനെ ആ ഫയൽ തുറന്നു നോക്കുന്നുണ്ട്. എന്താ സംഭവിച്ചെന്നറിയാതെ ആകെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ബാക്ക് സൈഡിൽ വാതിൽ തുറക്കുന്നു, ഒരാൾ വന്ന് കണ്ണ് കെട്ടിക്കൊണ്ട് പോകുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് ബിൻസിയൊക്കെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത പോലെ ഒന്നും ഒരു അവസരവും കിട്ടിയില്ല, ഒരാളോട് യാത്ര പറയാൻ പറ്റിയില്ല, ഒന്നുമില്ല. സ്റ്റേജിൽ ചെന്നിട്ട് എല്ലാവരെയും കണ്ട് യാത്ര പറയുക. അപ്പോൾ ഇനി ബിൻസി പോയപ്പോൾ ആ ഷോ നടത്തിയതുകൊണ്ട്, ഇങ്ങനത്തെ കുറേ ഷോ നടത്തി വിവാദമായതുകൊണ്ട് ഈ രീതി ആക്കിയതാണെന്നറിയില്ല. എന്നാലും മത്സരാർത്ഥികളോട് അങ്ങനെ ചെയ്യുന്നത് അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ബിഗ് ബോസ് ചെയ്യുന്നതാണെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, നമുക്ക് പറയാമല്ലോ, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ആ ഒരു രീതി ഒരു എന്താണ് ഒരു അറ്റാക്ക് വരുന്ന പോലത്തെ ഒരു രീതിയാണ് ഇന്നലെ കലാഭവൻ സരിയയ്ക്ക് കൊടുത്തത്. പിന്നെ ഇനി പറയാനുള്ള ജിസേലിനോട് അക്ബറിൻ്റെ നോട്ടം ശരിയാണോ അല്ലേ എന്നൊക്കെ പറഞ്ഞ് ലാലേട്ടൻ സ്റ്റാർട്ട് ചെയ്ത് ചോദിച്ചല്ലോ. കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഷാനവാസാണ് അത് പറഞ്ഞത്. അക്ബർ ഇങ്ങനെ പോകുന്ന കണ്ടപ്പോൾ ഇങ്ങനെ നടന്നു പോകുന്ന കണ്ടപ്പോൾ ജിസേലിനെ ഉള്ള നോട്ടം ശരിയല്ലെന്ന് തോന്നിയെന്നാണ്. ഷാനവാസിന് അത് പറയേണ്ട ഒരു കാര്യമില്ല. ഷാനവാസ് ശരിക്കും കുലപുരുഷൻ കളിക്കുന്നുണ്ട്. അത് ഇതുപോലത്തെ ഒരു ഷോയിൽ പോയി നിന്ന് എനിക്ക് ഷാനവാസിന് ഏറ്റവും ഇഷ്ടമുള്ള മത്സരാർത്ഥി തന്നെയാണ് കേട്ടോ. എന്നാലും പറയാം, ഈ കുലപുരുഷൻ രീതി ആദ്യം ജിസേലിൻ്റെ വസ്ത്രധാരണ ശരിയല്ലെന്ന് പറയുന്നു. പിന്നെ ഈ അപ്പാനിയുടെ പുറകെയായിരുന്നു, അപ്പാനിയെ ഒന്ന് ഭീഷണിപ്പെടുത്തുന്നു. പക്ഷേ അപ്പാനിയുടെ ഭാര്യ പുറത്തുണ്ടെന്നുള്ള വിചാരം വേണം. അപ്പാനിയുടെ ഫാമിലിയായിട്ട് ഷാനവാസിന് നല്ല ബന്ധമുണ്ട്. ആ ബന്ധം പുറത്തുണ്ടായിട്ട് അപ്പാനി ഒരു കൊടും ചതി തന്നെയാണ് ചെയ്ത്. അകത്ത് ചെന്നപ്പോൾ ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം ഷാനവാസിനോട് അപ്പാനി കാണിക്കുന്നില്ല. നേരെ തിരിച്ച് അക്ബറിൻ്റെ ഗ്രൂപ്പിൽ പോയിരുന്നിട്ട് അക്ബറുമായിട്ട് കൂടിയിട്ട് ഷാനവാസിനിട്ട് പണിയാണ് അപ്പാനി ചെയ്യുന്നത്. അതെന്ത് അതിനൊക്കെ വേറെ വാക്കാണ് ഉപയോഗിക്കേണ്ടത് അങ്ങനെ ചെയ്യുന്നവരെ. പക്ഷേ എന്നാലും ഫാമിലി പുറത്തുള്ളതുകൊണ്ട് ഷാനവാസ് ഒരു ബ്ലാക്ക് മെയിലിങ്ങിൻ്റെ രീതിയിലേക്ക് പോയി. അത് ശരിയല്ല. ശരിക്കും കൺവെൻഷൻ റൂമിൽ ഷാനവാസിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഷാനവാസ് പിന്നെ അപ്പാനിയുടെ പുറകെ ഇതും പറഞ്ഞ് നടന്നില്ല. അപ്പോൾ ഷാനവാസ് അത് പറഞ്ഞത് ശരിയല്ല. പക്ഷേ ലാലേട്ടൻ ഇന്നലെ അക്ബറിൻ്റെ നോട്ടം ശരിയല്ലെന്ന് ഷാനവാസ് പറഞ്ഞതിനെ പറ്റിയൊക്കെ ചോദിക്കുമ്പോൾ നിസ്സാര സംഭവം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ഇതിനെക്കാട്ടും വലിയൊരു കളി അവിടെ നടക്കുന്നുണ്ട്. നെവിൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ കോമഡി പറയുന്നതുകൊണ്ട് നെവിനെ കേട്ടോ. പക്ഷേ 2-3 ദിവസമായിട്ട് നോക്കുമ്പം നെവിൻ അവിടെ കിടന്നങ്ങ് പെൺകുട്ടികളുടെ ഇടയിൽ കിടന്നങ്ങ് പൂണ്ടു വിളയാടുക. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. എല്ലാവരുടെയും സ്ഥാനത്തും അസ്ഥാനത്തും എല്ലാം കയറി ടച്ച് ചെയ്താണ് പോകുന്നത്. ഇന്നലെ മഴയത്ത് നടക്കുന്നൊരു നൃത്തം ഇട്ടിട്ടുണ്ട്. അവനത് കംപ്ലീറ്റ് മുതലെടുത്തു പെൺപിള്ളാരുടെ ഇടയിൽ കിടന്ന്. ജിസേലിൻ്റെ കേസാണ് ഒരു സോഫയിൽ ഇരിക്കുന്നിടത്ത്. അതൊക്കെ സീനൊക്കെ സോഷ്യൽ മീഡിയയിലുണ്ട്. ഇപ്പോൾ തപ്പിയാൽ കിട്ടും. ഏഷ്യാനെറ്റിൻ്റെ ആണോ എന്നറിയില്ല. ആരടുത്തിരുന്നാലും അവൻ മാക്സിമം ഉപയോഗിക്കുന്നുണ്ട്. അവനെപ്പറ്റി എന്നിട്ട് ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ് പുറത്തു വരുന്നില്ല. അക്ബർ നോക്കിയത് ശരിയല്ല, അല്ലെ അത് ശരിയല്ല, ഇത് ശരിയല്ല എന്നൊക്കെയുള്ള രീതിയിലാണ് പറയുന്നത്. സത്യം പറഞ്ഞാൽ നെവിനെയാണ് പറയേണ്ടത്. നെവിനെ ഒന്ന് കൺട്രോൾ ചെയ്യണം. ഭാര്യൻ്റെ ബാഡ്ജാണെങ്കിലും എടുത്തുകൊണ്ട് അവിടെ വെച്ച് അങ്ങനെ എപ്പോഴും ഒരു അനുസരണ ജിസേലിനെ പോലെ തന്നെ നെവിനെ കോമഡി ആയിട്ട് അവതരിപ്പിക്കുന്നുണ്ടെങ്കിലും കിച്ചണിലെ സാധനങ്ങൾ കട്ടെടുക്കുക, മറ്റുള്ളവരുടെ സാധനങ്ങൾ കട്ടെടുക്കുക, അവൻ്റെ ആ ഗെയിം രീതി ആ ഒരു രീതി അവൻ കോമഡി ആയിട്ട് ഇങ്ങനെ നടന്ന് എല്ലാം പറയുകയും ചെയ്യും. ജാൻമണി ഈയിടെ പറയുന്ന ഇൻ്റർവ്യൂ പറയുന്നിട്ട് ഇവൻ ഗേ ആണ്. പക്ഷേ എനിക്കത് കണ്ടിട്ട് തോന്നുന്നില്ല. കാരണം ഇവൻ പെൺകുട്ടികളോട് പുറകെ നടന്ന് അവർക്കിട്ടുള്ള പണിയാണ് അവൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവനെയൊക്കെയാണ് ചോദ്യം ചെയ്യേണ്ടത്. അതിന് വരെ അക്ബറിൻ്റെ നോട്ടം ശരിയല്ലെന്നും പറഞ്ഞ് ജിസേലിന് എന്താണ് അനുമോൾ പറഞ്ഞാൽ ജിസേലിന് ഇതൊന്നും ഒരു വിഷയമൊന്നുമല്ല. ഇവരാരും നോക്കി, ഇവരാരെവിടെയെങ്കിലും ടച്ച് ചെയ്ത് ഇതൊന്നും ഒരു വിഷയമല്ലാത്ത അവർ ഇൻ്റർനാഷണൽ മോഡലാണ്. അവർക്കിതൊന്നും ഒരു വിഷയമല്ല. ഇവിടുന്ന് പോയ വീടിനുള്ളിൽ വളർന്നേച്ച് വീടിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ ഇരുന്നിട്ട് പെട്ടെന്ന് പുറം ലോകം അനുമോളെയൊക്കെ സംബന്ധിച്ച് സ്റ്റാർ മാജിക്ക് വരുന്നു, പിന്നെ ഇങ്ങോട്ടാണ് വരുന്നത്. അങ്ങനത്തെ ഒരു രീതിയല്ലല്ലോ ജിസേൽ എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഈ ജിസേലിനെ നോക്കിയത് ശരിയല്ലെന്ന് പറഞ്ഞ ഒരു വിഷയമായിട്ട് ചോദിക്കുന്ന സ്ഥാനത്ത് ആ നെവിനെ ചോദ്യം ചെയ്യേണ്ട അത്യാവശ്യമാണ്. നെവിൻ അല്പം ഒരു ഡോസ് ലാലേട്ടൻ കൊടുക്കണം. കാരണം അവൻ ലാലേട്ടൻ ചോദിച്ചാൽ പോലും മറുപടി ഒരുമാതിരി ആക്കുന്ന രീതി കോമഡി ആക്കും. എപ്പോഴും കോമഡി നമുക്ക് ഇഷ്ടപ്പെടുകയല്ലോ. അവന് ഹ്യൂമർ സെൻസ് ഏറെ ഉണ്ട്, കോമഡി പറയാനും അറിയാം. പക്ഷെ അത് മൊത്തം അങ്ങനെ ആക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം. ആദ്യമായിട്ട് കാണുന്ന ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.